നമസ്കാരം. ലുലു മോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫലി. പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിൽ വിഷമമുണ്ടെന്നും എവിടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ ലുലു ഗ്രൂപ്പ് പ്രവർത്തിക്കുകയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും പ്രശ്നം നിയമപരമായി നേരിടുമെന്നും യൂസഫലി വ്യക്തമാക്കി. കുവൈത്തിൽ പുതിയ ലുലു സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ ലുലു മോൾ പദ്ധതി വൈകുവാൻ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്നാണ് യൂസഫലി നേരത്തെ പറഞ്ഞിരുന്നത്. തൃശൂർ നഗരത്തിൽ ലുലു മോൾ ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ചിലരുടെ അനാവശ്യ ഇടപെടൽ കാരണം ഇത് വൈകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ടതായിരുന്നു. രാജ്യത്ത് ബിസിനസ് തുടങ്ങുവാൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിടണം. തൃശൂരിൽ ലുലു മോൾ തുടങ്ങിയാൽ 3000 പേർക്കാണ് ജോലി കിട്ടുകയെന്നും അന്ന് യൂസഫലി പ്രതികരിക്കുകയുണ്ടായി. CPI ലോക്കൽ കമ്മിറ്റി അംഗം TN മുകുന്ദനാണ് ലുലു മാളിനെതിരെ ഹർജി നൽകിയിരുന്നത്. പരാതി വ്യക്തിപരമാണെന്നും പാർട്ടിക്ക് പങ്കില്ലെന്നും വരന്തരപ്പള്ളി സ്വദേശിയായ മുകുന്ദൻ മാധ്യമങ്ങളിൽ പ്രതികരിച്ചിരുന്നു. താൻ പാർട്ടി അംഗമാണ്. നെൽവയൽ നികത്തുന്നതിനെതിരെയാണ് പരാതി നൽകിയത്. സമ്പന്നനും സാധാരണക്കാരനും ഒരേ നീതി വേണമെന്നാണ് മുകുന്ദൻ പറഞ്ഞത്. ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്കാണ് വിഷയത്തിൽ ഇടപെട്ടതെന്ന് മുകുന്ദൻ വിശദീകരിച്ചിരുന്നു. തൃശൂരിൽ ലുലു മോൾ യാഥാർത്ഥ്യമാകാത്തത് ഏറെ വേദനിപ്പിക്കുന്നതാണെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. വിഷയത്തിൽ തുടർ നീക്കം എന്താണെന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടായിരുന്നു എം.എ. യൂസഫലിയുടെ മറുപടി. കുവൈറ്റിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ അദ്ദേഹം വിവാദ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഏതു രാജ്യത്തും നിയമത്തിന് അധിഷ്ഠിതമായി മാത്രമേ ലുലു ഗ്രൂപ്പ് കാര്യങ്ങൾ നടപ്പാക്കാറുള്ളൂ. നിയമ സംവിധാനങ്ങൾക്ക് അനുസൃതമായാണ് എല്ലാ കാര്യങ്ങളും ലുലു യാഥാർത്ഥ്യമാക്കുന്നത്. തൃശൂർ ലുലു മോൾ വിഷയത്തിലും നിയമപരമായി എന്താണ് ചെയ്യാനാകുന്നത് അത് ചെയ്യുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആർക്കും ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. വിഷയത്തിൽ നിയമപരമായ സാധ്യത പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കുവൈറ്റ് ഹവലിയിൽ ലുലു സ്റ്റോറിന്റെ ഉദ്ഘാടന വേളയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു യൂസഫലിയുടെ പ്രതികരണം. അതേസമയം ലുലുവിന്റെ തൃശൂരിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് യൂസഫലി നടത്തിയ ഒരു തുറന്നു പറച്ചിലിന് ശേഷമാണ് ഈ വിവാദങ്ങൾ ഉണ്ടായത്. ലുലു മോൾ തൃശൂരിൽ വരുന്നത് വൈകുവാൻ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലെന്നാണ് യൂസഫലി പറഞ്ഞിരുന്നത്. 2.5 വർഷം മുൻപ് പ്രവർത്തനം ആരംഭിക്കേണ്ടതായിരുന്നു മോളെന്നും എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗം അനാവശ്യമായ കേസ് കൊടുത്തുവെന്നുമാണ് എം.എ. യൂസഫലി ആരോപിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും യൂസഫലി തന്നെ വ്യക്തമാക്കിയത്. ഈ രാജ്യത്ത് ബിസിനസ് തുടങ്ങുവാൻ ഒരുപാട് പ്രതിസന്ധികളെ നേരിടണം. തൃശൂരിൽ ലുലു മാൾ തുടങ്ങിയാൽ 3000 പേർക്കാണ് ജോലി കിട്ടുകയെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ അന്ന് ഒരു ചടങ്ങിനിടെ പറയുകയായിരുന്നു. മാൾ നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുത്ത് പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസ് വന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ കാര്യമായ ചർച്ചകൾ ആരംഭിച്ചത്. കേസ് നൽകിയത് CPI നേതാവാണെന്ന് പിന്നാലെ വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു.